പവിത്രേട്ടാ, പവിത്രേട്ടാ, ഞാൻ പവിത്രേട്ടനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. എന്താ പവിത്രേട്ടന്റെ പെങ്ങള് ദീപയ്ക്ക് എന്ത് പറ്റി? സ്റ്റൗ പൊട്ടിത്തെറിച്ചു എന്നാണ് കേട്ടത്. ദീപ എന്നാ പിന്നെ കാണാം. ശരി. രാധയും ഞാനും വീട്ടിൽ വന്നിരുന്നു. കാണാൻ നിന്നില്ല. കണ്ടിട്ട് എന്ത് പറയാൻ? വിഷമിക്കരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. വിശ്വസിക്കാൻ എനിക്കിപ്പോഴും സാധിക്കുന്നില്ല. കയറിയിരിക്കൂ. അവിടെ ഇരുന്നാല് എനിക്ക് ഭ്രാന്ത് പിടിക്കും. രാധ ഉണ്ടായിരുന്നു എന്ന് രാഘവേട്ടൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. തമ്മിൽ കാണാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോന്നു. എന്നെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാൾ പോയി. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. വീഡിയോ കണ്ടോന്നറിഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് കുഴപ്പമുണ്ടാക്കിയല്ലേ? അയാൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടല്ലോ. സ്കൗണ്ടറൽ. അല്ല പവി, അയാൾ സ്കൗണ്ടറിലൊന്നും അല്ല. പവിയേക്കാളും വലിയ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പാവം. പവിയുടെ ചേട്ടൻ കെട്ടിയ തൊട്ടിൽക്കടവ് പാലം തകർന്നപ്പോ ബസ്സിലുണ്ടായിരുന്ന അയാളുടെ ഭാര്യയും കുഞ്ഞും അയാൾക്ക് നഷ്ടപ്പെട്ടു. സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച് അന്ന് അയാൾ പരാജയപ്പെട്ടു. ഇപ്പോ നാട്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ള അഴിമതികളെ പറ്റി സമഗ്രമായ ഒരു അന്വേഷണത്തിലാണ് അയാൾ. മുനിസിപ്പാലിറ്റിയുടെ പല കാര്യങ്ങളും എന്നോട് അന്വേഷിച്ചിട്ടുണ്ട്. ബ്ലോക്കിൽ എന്തുമാത്രം അക്രമങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാതെയാണ് ഞാൻ പവിയെ അങ്ങോട്ട് അയച്ചത്. വേണ്ട, നമുക്ക് നല്ല വഴികൾ വേറെയുണ്ട്. മനസ്സിലായില്ല? ഏതെങ്കിലും ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പോൾട്രി ഫാം ലോൺ എടുക്കാൻ അയാൾ എത്ര ഗ്യാരണ്ടികൾ വേണമെങ്കിലും ഏർപ്പാടാക്കി തരും. സത്യസന്ധമായ ഒരു ജോലിയിലേക്ക് പവി വരണമെന്നാണ് എന്റെ ആഗ്രഹം. പഴയ പവിയെ പോലെ. അപ്പോ 10 മിനിറ്റിനകം അവസാനത്തെ ബസ് വരും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശിവദാസൻ, ശിവദാസൻ, ഡോക്ടർ വീട്ടിൽ പോയി. പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. രക്തം മാറുന്നോണ്ടിരിക്കുകയാണ്. അല്ല, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വിളിച്ചോണ്ട് വേണോ? സിസ്റ്റർ വിളിച്ച ഇവിടെ ഇരുത്താം. വെള്ളം, കുറച്ച് വെള്ളം. ഞാൻ സൂക്ഷിച്ചില്ല. എന്തും ചെയ്യാൻ പഠിക്കാത്തവരോടാണ് ഏറ്റുമുട്ടുന്നത് ശ്രദ്ധിച്ചില്ല. അധികം സംസാരിക്കണ്ട. ഡോക്ടർ ഇപ്പൊ വരും. എന്റെ അന്വേഷണത്തിന്റെ ഫയലുകൾ, ഫോട്ടോകൾ എന്റെ വീട്ടില്. അവരത് കൊണ്ടുപോകരുത്. അത് സാരമില്ല. അത് സാരമുള്ളതാണ് പവിത്ര. ചില കാര്യങ്ങൾ ചിലപ്പോ ഇനി എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെന്ന് വരും. ചില തെളിവുകൾ തേടി നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ
ഞാൻ പോയിട്ടുണ്ട്. ഒരു രാത്രിയിൽ എനിക്ക് അകത്ത് കിടക്കാനൊത്തു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഉറക്കെയുള്ള ഒരു കരച്ചിൽ കേട്ടു. ചിലപ്പോ ആ കുട്ടി സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തതാവാം. അല്ലെങ്കിൽ പ്രതിഷേധിച്ചപ്പോ വകവരുത്തിയതാവാം. എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു. എന്റെ വീട്ടിലെ ഫയലുകൾ അവരുടെ കയ്യിലാകപ്പെടരുത്. നീ അതെടുക്കണം. എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. എന്നെ കൊണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്ന് അപകടമാണ്. പാപ്പാ
എന്റെ പെങ്ങളെ കൊന്ന നിന്റെ ശവം ഇവിടെ കുഴിച്ചു മൂടേണ്ടതാണ്. പക്ഷെ ഞാനത് ചെയ്ത് ജയിലിൽ പോയാൽ നിനക്ക് ശിങ്കടി പാടിയ എന്റെ അളിയനും ചേട്ടനും ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദ്രോഹികൾ രക്ഷപ്പെടും. വിടില്ലടാ, ഒരു നായിന്റെ മോനെ ഞാൻ വിടില്ല. പാവങ്ങളായ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ നീക്കിവെച്ചിട്ടുള്ള വൻതുകകൾ ഗ്രാമങ്ങളിലെ ജനകീയ കമ്മിറ്റികളിൽ കൺവീനർമാരായി കടന്നുകൂടിയിട്ടുള്ള ഇടത്തട്ടുകാർ അവതരിക്കുകയും ആ തുക ഓഫീസർമാരും കരാറുകാരും പങ്കിട്ടെടുക്കുകയും ചെയ്തു. ലക്ഷന്തവ്യമായ അപരാധമായിട്ടാണ് കോടതി ഇതിനെ കാണുന്നത്. ചീഫ് ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് എക്സ് ഒഫീഷ്യോ അഡീഷണൽ സെക്രട്ടറിയും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ NREP പദ്ധതി പ്രവർത്തനങ്ങളിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. കൃത്യമായി ചെയ്തിട്ടില്ലാത്ത ജോലികൾക്ക് മാത്രമല്ല, ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ജോലികൾക്ക് പോലും വൻതുകയ്ക്കുള്ള ബില്ലുകൾ പാസാക്കിയിട്ടുണ്ട്. തെറ്റായ അളവുകളും ജോലി തീർന്നതായ വ്യാജ സർട്ടിഫിക്കറ്റുകളും ഉണ്ടാക്കിയാണ് ഈ തുകകൾ അപഹരിച്ചിരിക്കുന്നത്. നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ പണിയാത്തതുകൊണ്ടാണ് തൊട്ടിൽക്കടവ് പാലം തകർന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. അന്നവിടെ ആഹൂതി ചെയ്യപ്പെട്ട ജീവൻ ഉത്തരവാദികൾ പാലത്തിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കരാറുകാരനുമാണ്. സംസ്ഥാനത്തുടനീളം സർക്കാർ വ്യാപകമായ ഒരു അന്വേഷണം നടത്തുകയും ഇനിയും ഇതുപോലുള്ള ചിത്രശക്തികളെ നിയമത്തിന്റെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വസ്തുതകൾ നിർഭയം കോടതി മുമ്പാകെ സമർപ്പിക്കാനുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ച പുത്തമ്പുരയ്ക്കൽ ചന്ദ്രശേഖരൻ നായർ മകൻ പവിത്രൻ നായരെ കോടതി അനുമോദിക്കുന്നു. എന്നാലും മൈസ്രേട്ടെ, ഈ വിഷപ്പാമ്പിനെയാണല്ലോ നിങ്ങൾ ഇത്രയും കാലവും വളർത്തിയത്. ഇത്രയും വിഷമുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോളെ ഈ വീട്ടിലേക്ക് അയക്കില്ലായിരുന്നു. ഇവനെ വെടിവെച്ച് കൊല്ലുകയാ വേണ്ടത്. തന്ന കൈക്ക് കടിക്കുന്ന നായ. എന്നെ എന്റെ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഇതിലും ഭേദം കുറച്ച് വിഷം വാങ്ങിച്ചെന്ന് എല്ലാരും അങ്ങ് കൊന്നുവിടായിരുന്നു നിനക്ക്. ഏട്ടനും അളിയനും പോലെ ജീവിക്കാൻ പറ്റാത്ത അസൂയ ഉണ്ടല്ലേ നീ എല്ലാരെയും കൊലയ്ക്ക് കൊടുത്തത്. പ്രഭാകരേട്ടന്റെ കാലി വെള്ളം ഒഴിച്ച് ഈ പടിക്കകത്തേക്ക് കയറ്റിയ നീ തന്നെയല്ലേ? കൊല്ലടാ കൊല്ല്, എന്നെയും കൂടെ ഒന്ന് കൊല്ല്. എന്നെ മാത്രമേ ബാക്കി വെച്ചേക്കുന്നത്. പറയട്ടമ്മേ, മുഴുവൻ പറയട്ടെ. കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം. എന്റെ പൊന്നനുജത്തിയുടെ ശവം ഈ തളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പം ഈ നിലവിളിയൊന്നും ഞാൻ ഇവിടെ കേട്ടില്ല. എന്റെ ചേച്ചിയുടെയും ചേട്ടത്തിയുടെയും മുഖത്തുള്ള ഈ ദുഃഖം അന്ന് ഞാൻ ഇവിടെ കണ്ടില്ല. സ്വന്തം അനുജത്തിയോടുള്ളതിലേറെ സ്നേഹം ഭർത്താക്കന്മാരോടുള്ളത് കൊണ്ടാണോ, അതോ അനിയത്തെ കൊലയ്ക്ക് കൊടുത്തത് ഭർത്താക്കന്മാരാണ് എന്ന് അറിയാമായിരുന്നോണ്ടാണോ? ദ്രോഹി, നിന്റെ നാവ് ഇറങ്ങി പോവും. ഇല്ല, ഇനി എന്റെ നാം ആരുടെ മുമ്പിൽ ഇറങ്ങി പോവില്ല. തിരുവായ്ക്ക് എതിർവായില്ല എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ജീവിച്ചിരുന്നപ്പോ ഈ പവിത്രൻ 7ാം കൂലിയായിരുന്നു, തട്ടിപ്പുകാരനായിരുന്നു. സ്വന്തം പെങ്ങളുടെ കല്യാണക്കാരും പോലും അറിയാനും അഭിപ്രായം പറയാനും അർഹതയില്ലാത്തവരായിരുന്നു. അന്ന് ഈ പവിക്ക് ഇത്രയും ഉറക്കെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പെങ്ങൾ മരിക്കില്ലായിരുന്നു. എന്റെ പെങ്ങൾ മരിച്ചപ്പോ എനിക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? ഉണ്ടോ? അത് അളിയന്റെ ഒത്താശയോടെ ലക്ഷങ്ങൾ മുക്കിക്കൊണ്ട് ഏട്ടൻ കെട്ടിയ പാലം തകർന്ന് മണ്ണടിഞ്ഞു പോയവരുടെ ഉറ്റവർക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? എന്താ അല്പം മുമ്പ് എന്നെ ശപിച്ച നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച പത്രക്കാരെയും രാഷ്ട്രീയക്കാരെയും പണവും സ്വാധീനവും കൊണ്ട് ഒതുക്കിയിട്ടും അതിനുവേണ്ടി പാടുപെട്ട ഒരു പാവം മനുഷ്യനെ കൊല ചെയ്തിട്ടും ഇവരുടെ ഭർത്താക്കന്മാർ രക്ഷപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ പണക്കൊതിക്കിരയായ 10,000ങ്ങളുടെ ശവമാണ്. അല്ല, ഞാൻ പ്രതികാരം ചെയ്തതല്ല. ഇല്ലമ്മേ, അമ്മയുടെ മകന്റെയും മകളുടെയും ജീവിതം നശിപ്പിച്ചിട്ട് ഞാനിവിടെ സൂഹിച്ച് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിവിടെ നിന്നാൽ ഇവർക്കും കൂടെയുള്ള ഈ വീടും സ്വത്തും ആദായവും ഒക്കെ എന്റേത് മാത്രമാക്കാനുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്ന ഇവർ പറയൂ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും എല്ലാവരെയും വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അരുത്. നീ എവിടെ പോകുന്നു? എവിടെ പോയാലും എന്നായാലും എന്നെ ഓർത്ത് എന്റെ അച്ഛൻ തലകുനിക്കേണ്ട നിലയിൽ ഞാൻ ജീവിക്കില്ല. സത്യം. ഇല്ല മോനെ, തെറ്റും ശരിയും കേട്ട് എത്രയോ നിരപരാധികളെ വെറുതെ വിടുകയും എത്രയോ അപരാധികളെ ശിക്ഷിക്കുകയും ചെയ്തവനാണ് ഞാൻ. ഇപ്പൊ എന്റെ മനസാക്ഷി കോടതിയിൽ നിന്നെ വിധിക്കുന്നതിലും തെറ്റുപറ്റിയിട്ടില്ല. ആരൊക്കെ കരഞ്ഞാലും ആരെല്ലാം ദുഃഖിച്ചാലും ആരുടെ എല്ലാം ജീവിതം തകർന്നാലും എന്റെ മോൻ ചെയ്തെല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ഈ അച്ഛന് നിന്നെ കുറിച്ച് അഭിമാനമേ ഉള്ളു മോനെ. പവി വീണ്ടും നാട് വിട്ടു പോവുകയാണോ? ഒരു ലക്ഷ്യമില്ലാതെ. എനിക്ക് അല്പ സ്വൈര്യം വേണം. ഞാൻ എവിടേക്കെങ്കിലും. ആദ്യം വേണ്ടത് സമാധാനമാണ്. പവിയെ എല്ലാവർക്കും മനസ്സിലായി.
നിർത്തിവെച്ച വർക്കുകൾ തുടരണമെന്ന് പവിയെ നിർബന്ധിക്കാൻ മുനിസിപ്പാലിറ്റിയിൽ എല്ലാവരും പറയുന്നു. എന്താ, നമുക്ക് ഒന്നിച്ചൊന്ന് ശ്രമിച്ചൂടെ? പവിയോടൊപ്പം ഞാനും ഉണ്ടാവും. തീർച്ചയാണോ? വർക്ക് എല്ലാം കഴിഞ്ഞാലും അപ്പോഴും ഇനി എപ്പോഴും ഞാനുണ്ടാവും. പ്രോമിസ്? പ്രോമിസ്. എങ്കിൽ വർക്ക് തുടരാനുള്ള ഓർഡർ തരൂ. അല്ല പ്ലീസ്. എന്നാ കോൺട്രാക്ടർ സിപിക്ക് ഏയ്, ഐ എം സോറി, എന്റെ പവിക്ക് വർക്ക് തുടങ്ങാം.